പറ്റി ചേച്ചി? ഓ, അവള് പള്ളിയിലെങ്ങും പോയതല്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പള്ളിയിലെന്ന് പറഞ്ഞു പോയത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അവരെനിക്ക് ജ്യൂസിൽ എന്തോ ഡ്രഗ്സ് കലർത്തി തന്നു. ഞാൻ അറിയാതെ അതങ്ങ് കുടിച്ചു. ഞാൻ അപ്പം തന്നെ മയങ്ങി വീണു. അവരെന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയി കളഞ്ഞു. ഞാൻ അമ്മയുടെ നമ്പർ നേഴ്സിന് കൊടുത്തു. നേഴ്സാ കുറച്ചു മുമ്പ് അമ്മയെ വിളിച്ച്. എടി മോളെ, കൂട്ടുകാരൊക്കെ നല്ലതാ, പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അതെങ്ങനെയാ? വളർത്തുന്നത് ഇവളല്ലയോ? മോളെ നോക്കാൻ വല്ല ഇവക്ക് സമയമുണ്ടോ? നിർത്തുക നിന്റെ വർത്തമാനം. അവൾ ജോലിക്ക് പോകണം, സമ്പാദിക്കണം, വീട്ടിലെ പണി ചെയ്യണം. മരുമോൾ വന്നപ്പോ മുതല് അവക്ക് റെസ്റ്റ്. നിനക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നോ? പിന്നെ കൊച്ചുങ്ങൾ പോകുന്ന പുറകെ എനിക്ക് പോകാൻ പറ്റുമോ? നീയാണ് കുറ്റക്കാരി. പ്രായമായ സ്ത്രീകള് വീടിന്റെ വിളക്കാണ്. നീയല്ലേ ഈ കുഞ്ഞിനെ തലത്തൊട്ടത്? അതെന്റെ അവകാശമല്ലേ? അപ്പം നിനക്ക് അവകാശമൊക്കെ അറിയാമല്ലേ? അപ്പോ മാമോദിസ മുഖ്യ അച്ഛൻ തലത്തൊട്ടമ്മയ്ക്കൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ? ഈ കുഞ്ഞിനെ ആത്മീയമായിട്ട് വളർത്തേണ്ട ചുമതല നിന്നെ അല്ലായിരുന്നോ ഏൽപ്പിച്ചത്? ഓ, അതൊക്കെ ഞാൻ ഓർത്തിരിക്കുവാണോ? അച്ഛന്മാരങ്ങനെ പലതും പറയും. പിള്ളേരെ വളർത്തേണ്ട അപ്പന്റെ അമ്മയുടെ ചുമതലയാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കും. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. അമ്മച്ചി, നമ്മൾക്ക് ഈ കുടുംബത്തിൽ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ കുഞ്ഞ് ഒരു വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇതിന് ഉത്തരവാദി നമ്മൾ രണ്ടുപേരുമാണ്. ശരി മോളെ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇന്നു മുതൽ നമ്മുടെ ഈ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയും പള്ളിയിൽ ആരാധനയ്ക്കും നമ്മൾ ഒരുമിച്ച് ഇനി പങ്കിടും. ഇവിടെ വന്ന മാറ്റം കണ്ടിട്ട് വളരെ സന്തോഷമായി, അല്ലേ മക്കളെ? എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തെറ്റുകാരോ കുറ്റക്കാരോ ആയി ജനിക്കുന്നില്ല. അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത്. അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഭവനങ്ങളുമാണ്. ആദ്യം ഭവനങ്ങളിൽ മാറ്റമുണ്ടാകണം. വരും തലമുറകൾ നശിക്കാതിരിക്കുവാൻ നമ്മൾക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. മനോഹരമായ സന്ദേശം നൽകിയ സ്കിറ്റമുറിന് വളരെ നന്ദി. അടുത്തത് നിങ്ങൾക്കായി ഡാൻസ് അവതരിപ്പിക്കുന്നു.